അപ്പോൾ ദ്വീപിലെ പ്ലംബിങ്ങിൻ്റെ വർക്കാണ്. ടാങ്ക് ഫിറ്റ് ചെയ്ത് ലൈനൊക്കെ ഇറക്കി വാൾവും ഫിൽറ്ററൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ. 2 ഇഞ്ച് ഇതേപോലെ ഇവിടെ ചെറിയ കുയ്യാട്ടോ. ഈസ്റ്റ് വെച്ച് സെപ്പറേറ്റ് കുയ്യാണ്. അവിടെ മണലാണ് പോരാൻ. ഇവിടെ നമ്മളൊരു കുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് തന്നെ ഒരു ഏരിയയിൽ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ടൈപ്പ് കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജലനിധിൻ്റെ പൈപ്പ് ഉണ്ട്. ഇവിടെ NIUTൻ്റെ പൈപ്പ് എന്ന് ഇവിടെ പറയാം. പിന്നെ ഇവിടെ നമ്മൾ ബാത്റൂമിൽ PVC പൈപ്പ് ഔട്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്ത് നേരെ വളവ് കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൂട്ട് വരുന്നത് പി ട്രാപ്പിലാട്ടോ. പി ട്രാപ്പ് സൂട്ടാകുമ്പോൾ സൂട്ട് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഔട്ട് അടിച്ചിട്ടുണ്ട് പൈപ്പ് അടിച്ച്. സൂട്ട് വെക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ സ്ലോപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇതേമാതിരി ബാത്റൂമുണ്ട്. ആ ബാത്റൂം ഇതേമാതിരി പി ട്രാപ്പ് തന്നെയാണ്. ഇതിൻ്റെ കുയ്യ് വരുന്നത് ഇവിടെ തന്നെ കേട്ടോ. എടുത്തിട്ട് തന്നെ കുയ്യ് വരുന്നത്. ഇത് വേസ്റ്റ് കുയ്യ്, ഇത് 4 ഇഞ്ച് ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ കുയ്യിട്ടാ. പിന്നെ ഈ വാക്ക് നമ്മൾ പൈപ്പ് ലൈൻ കൊണ്ട് ഫുള്ള് മണ്ണിട്ട് മൂടി കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുയ്യകളാട്ടോ. ഇവിടെ 2 പൈപ്പ് കണക്ട്. ഒന്ന് ഡൈനിങ് ഹാളത്തെ ബേസിൻ്റെ അണ്ടർഗ്രൗണ്ട് കൂടെ വന്നതാണ്. അതേപോലെ തന്നെ കിച്ചണത്തെ വേസ്റ്റ് അണ്ടർഗ്രൗണ്ട് കൂടെ വന്ന കേട്ടോ. 2 ഇഞ്ച് നേരെ ഇതിൻ്റെ അടിക്കോട്ടോടെ ഈ കുയ്യിക്കിട്ട് 1 ഇഞ്ച് നേരെ ബേസിന് ഇതന്നെ കൺവേർട്ട് ചെയ്ത് രണ്ടും കൂടി ഉള്ളിലിട്ട് കണക്ട് ചെയ്താണ്ട് ഒരു വാൾ കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു പുറത്തൊരു ഷെഡ് പോലുണ്ട്. അതിക്കുള്ള കണക്ഷനൊക്കെ ഇതിൽ കൂടെ ഉണ്ടായിട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കുറ്റി വാർത്താണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂമിൽ ഈ സൈഡ് ചുമരിലെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗത്ത് കടലിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് കാറ്റിട്ടിട്ട് വിണ്ട് കയറാക്കാൻ വേണ്ടിയിട്ട് ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ പി ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പേസ് കുറവായതുകൊണ്ടേ നമ്മളിത് പൈപ്പ് ഓപ്പൺ അടിച്ചാണ്ട് നേരെ കുയ്യതാട്ടോ. മുകളിൽ കൂടെ വെന്നിട്ട് കൊടുത്ത് കേട്ടോ. ഇതേമാതിരി കൺവേർട്ട് ചെയ്താണ്ട് വളം വെച്ചിട്ടുണ്ട്. കുയ്യൊക്കെ സെപ്പറേറ്റ് ചെറിയ കുയ്യാട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ കുയ്യൊന്നും ഉണ്ടാവില്ല. ഇത് വേസ്റ്റ് കുയ്യാണ്, കക്കൂസ് കുയ്യാണ്. ഇവിടെ വീതി കുറവാട്ടോ. ഇവിടെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള സിമ്പിൾ വർക്കാട്ടോ ഇവിടെ പ്ലംബിങ്. ചെറിയ വീട് കേട്ടോ. നമ്മുടെ നാട്ടിലമാര് ഒരു കുഴി മാത്രമല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു കുഴി കുത്തിയാണ്ട് എല്ലാം ആയിക്കോട്ടല്ലോ. ഇവിടെ ഒരു ഏരിയ സെപ്പറേറ്റ് കുഴി കുത്തിയാണ്. പണി സിമ്പിളാണ്, പൈപ്പ് കുറവാണ്. ഇതവിടുത്തെ കിണർ, ചെറിയ കിണറാട്ടോ, ആയം കുറവാണ്. ഇതാ അവിടെ കിണർ കേട്ടോ, ചെറിയ കിണറാണ്. 3 റിങ് ഇറക്കിയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഓപ്പൺ ആക്കി തന്നെ ചെറിയൊരു മോട്ടർ വെച്ച് പൈപ്പ് കണക്ട് ചെയ്ത് നേരെ ടാങ്കേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടൽ കാറ്റുണ്ടാവുന്ന. അത് അടിയത്ത് ചുമര് പൊട്ടണതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീടിൻ്റെ ടൈൽസ് ഒട്ടിച്ച ഭാഗപ്പെടെയാണ് ഒരു ടർഫ്, നേരെ അപ്പുറം ബീച്ച്. അപ്പോൾ ചുമര് പൊട്ടാക്കാൻ വേണ്ടി വലിയ എന്താക്കിയത് ടൈൽസ് ഒട്ടിച്ചേട്ടാ. അപ്പോൾ ടാങ്ക് ഇവിടെ വെച്ചേ. ടാങ്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 ലിറ്ററിൻ്റെ ടാങ്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ദ്വീപിലെ പ്ലംബിങ് കഴിഞ്ഞിട്ടാ. സിമ്പിൾ പണി കേട്ടോ.